guys, welcome back to VTalks. Guys, ഇന്നത്തെ വീഡിയോയിൽ 1 truth and 2 lie challenge. ഇന്ന് പലരുടെയും പല സത്യങ്ങളും ഇവിടെ അറിയുന്നതായിരിക്കും. കാരണം അവരവരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത കുറെ സത്യങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നതായിരിക്കും. ഗെയിം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ 5 റൗണ്ടാണ് കളിക്കുക ഗൈസ്. ഓക്കെ, ഒരു റൗണ്ടിൽ ആ ഒരാൾ ഇപ്പൊ കൊമ്പനാണ് ഫസ്റ്റ് റൗണ്ട് കളിക്കണമെങ്കിൽ കൊമ്പൻ ആദ്യത്തെ റൗണ്ടിൽ കൊമ്പൻ ഒരു സത്യവും 2 നുണയും ഇവിടെ പറയുന്നതായിരിക്കും നമ്മുടെ ഇടയിൽ. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് ബാക്കി 3 പേരായിട്ടുള്ള ഞങ്ങൾ അതിൽ ഏതാണ് സത്യം എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങളുടെ ടാസ്ക്. അങ്ങനെ അതൊരു റൗണ്ട്. അതുപോലെ 4 വട്ടം കൂടി കളിക്കാം. അങ്ങനെ ടോട്ടൽ 5 റൗണ്ട്സ് ആയിരിക്കും കൊമ്പൻ കളിക്കുന്നത്. അതിനുശേഷം അടുത്ത ആൾ വരും, പിന്നെ അടുത്ത ആൾ വരും. അങ്ങനെ എല്ലാവരും 5 റൗണ്ട്സ് വെച്ച് അങ്ങനെ കളിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും റെഡിയാണ്. അപ്പൊ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. നമ്മളോട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാർലിയാണ് ഗൈസ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാർലി നേരത്തെ അങ്ങ് പോരട്ടെ. 5 റൗണ്ട്. ഓക്കെ, ഞാൻ 8th പഠിക്കുമ്പോഴല്ലേ എന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അടുത്ത പറ. എന്റെ ഫസ്റ്റ് പ്രേമം +2-ലാണ്. അതൊക്കെ പറയല്ലേ. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഹെലികോപ്റ്റർ വിസിറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്. പാസഞ്ചർ ഹെലികോപ്റ്ററിൽ. അല്ലാതെ പിന്നെ നിങ്ങളൊക്കെ ആകെ ഒരു ഹെലികോപ്റ്റർ അല്ലേ ഉള്ളൂ. ആർമി ഹെലികോപ്റ്റർ ഉണ്ട്. അതൊക്കെ പാസഞ്ചേഴ്സിന് പിന്നെ ക്യാരി ചെയ്യാൻ വേണ്ട. പർപ്പസ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ. മിസൈൽ വിടുന്ന ഹെലികോപ്റ്റർ ഉണ്ട്. നമ്മുടെ റബ്ബർ അടിക്കാനായിട്ട് ഒരു ഹെലികോപ്റ്റർ. അത് ഇടുക്കിയിലൊക്കെ അതായിരിക്കും ഹെലികോപ്റ്റർ. ഇടുക്കിയിലെ അതാ ഹെലികോപ്റ്റർ. ഒരു വാട്സാപ്പ് ഒക്കെ ആണല്ലോ ചാർലി VCP. കേറിയിട്ട് എങ്ങോട്ടാ പോയെ? ആകാശത്തേക്ക്. ഏവിയേഷൻ ട്രെയിനിങ് മലേഷ്യയിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഏവിയേഷൻ പഠിച്ചോ? ഞാൻ BBA എയർപോർട്ട് മാനേജ്മെന്റ് കഴിഞ്ഞത്. മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു. If you want to check, you can check my face. ഏവിയേഷൻ ഹെലികോപ്റ്റർ ബ്രോ ഇത് ഏവിയേഷൻ കഴിഞ്ഞ പിന്നെ ഹെലികോപ്റ്ററിലും ഒരു ഇതിന്റെ അകത്ത് വരുന്ന സ്റ്റുഡൻസിനെ കൊണ്ടാ അതിനകത്ത് കേറാൻ പറ്റുന്ന 6 പേരെ കൊണ്ട് പേരല്ലേ. VCP ആൾക്കാരെ കാണിക്ക എന്തിരി അതെ, കൊതിയായി. കാണിക്കാന്നേ വെയിറ്റ്. സോ ഞാൻ ചൂസ് ചെയ്തത് 2 ആണ്. ഞാൻ 2 ചൂസ് ചെയ്ത്. 1 നീ ഏതാ? എല്ലാരും 1. അപ്പൊ 1 ഇതിൽ ഏതായിരുന്നു ട്രൂത്ത്? സെക്കൻഡ് വൺ. ഞാൻ സെക്കൻഡ് ചൂസ് ചെയ്ത്. അടിച്ചോ? അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർലിന്റെ 2ാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. സെക്കൻഡ് റൗണ്ട് ഓഫ് ചാർലി BCB. ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ വരെ സോളോ അടിച്ച് ട്രിപ്പ് പോയിട്ടുണ്ട്, ബൈക്ക് റൈഡ് ചെയ്ത്. 2, ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് 17ാമത്തെ വയസ്സിലാണ്. 16ാം വയസ്സ് വരെ എനിക്ക് പെൺപിള്ളാരുടെ അടുത്ത് സംസാരിക്കാനോ അവരായി കോണ്ടാക്ട് കീപ്പ് ചെയ്യാനോ പേടിയായിരുന്നു. അപ്പൊ ഇതിലൊന്ന് സത്യമാണ് അല്ലേ? കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നത് വളയ്ക്കാൻ നോക്കുക ചാറി. വളയില്ലടാ. സോളോ ട്രിപ്പ്. എന്ത് വണ്ടിയിൽ ഇവിടുന്ന് അറൗണ്ട് 300 അടുത്ത് കിലോമീറ്റേഴ്സ് ഉണ്ട്. കൊച്ചിയിൽ 300 അടുത്ത് കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെ നല്ല പോയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഏത് വണ്ടിയിലാണ് നിങ്ങൾ പോയത്? അപ്പില്ല കിലോമീറ്റേഴ്സ് എനിക്ക് കറക്റ്റ് അറിയാം. 17ാമത്തെ വയസ്സ്. ആദ്യം നിങ്ങൾ 16 17ാമത്തെ വയസ്സിൽ ആണ് എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. വെറുതെ കയറിയതാ. എങ്ങോട്ടാ പോയത്? ഫ്ലൈറ്റ് എങ്ങോട്ടാ പോണത് അങ്ങോട്ട് പോയി. ഫ്ലൈറ്റിൽ ഒറ്റയ്ക്കായിരുന്നു. ഐ മീൻ നിന്റെ കൂടെ നിന്റെ പൈലറ്റ് ഉണ്ടായിരുന്നു. മറ്റേ ഹെലികോപ്റ്റർ അതിന്റെ ബാക്കിയാ. ജനലൊക്കെ തുറന്നിട്ട് ആ മാളിച്ച മണാങ്ങി. സോ ചൂസ് ചെയ്താ അറിയാം. 3, 2, 1. I choose 3. എല്ലാരും 3 ചൂസ് ചെയ്ത്. ഏതാ ട്രൂത്ത്? ഏതാ? അത് തന്നെ.
ചാർലിയുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. ഒരു സത്യവും 2 നുണയുമായിട്ട് ചാർലി വരാൻ പോണ് ഗൈസ്. ദ ഫസ്റ്റ് വൺ ഈസ് എന്നെ പഠിപ്പിച്ച ടീച്ചറിനോട് ഒരു അഗാധമായ ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ടീച്ചറിനോട് അടുത്ത് പ്രകടിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുന്നത് 21ാമത്തെ വയസ്സിലാണ്. മൂന്നാമത്തത് +2 പഠിക്കുമ്പോൾ എന്റെ ഇരട്ട പേര് കരടി എന്നായിരുന്നു. ടീച്ചർ ഇഷ്ടമാണ്, ടീച്ചറിന് ഇയാള് പെണ്ണുങ്ങളോട് ദുണ്ടാൻ വരെ ശരിയുള്ള ആള് 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ടീച്ചർ എന്നെ കെട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ പ്രകടിപ്പിച്ചു. പട്ടികളോട് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രണയം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പറഞ്ഞിട്ടില്ല. അവിടെ ചോദിക്കും ബ്രോ എന്നോടല്ല ഞാൻ പ്രത്യേക സ്നേഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പ്രണയമാക്കി എടുത്തു. ഇത് മറ്റേ സിനിമയിലെ മമ്മൂട്ടി കളിക്കാൻ നോക്കിയാ ഇങ്ങനെ സ്നേഹം കിട്ടിയ പേടിക്കണം. കരടിയാണുള്ള ആമ്പിള്ളാർക്ക് രോമം ഉണ്ടാവും. നിനക്ക് എന്താ ഉണ്ടാവുന്നത്? അത് ഇപ്പോഴും ഇല്ലല്ലോ. അത് രോമം കൂടാ. Okay guys, okay time കാണിക്കാം. 3, 2, 1. Okay guys, I choose 3. ഏതാ ശരി? ടീച്ചറിനോട് സ്നേഹം സത്യമാണോ? ശരിയേതാ? മൂന്നും തെറ്റാ. 21ാമത്തെ വയസ്സിൽ ലൈസൻസിലെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഇവൻ വണ്ടി പ്രാന്തനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു 18 ആവാൻ മൂത്ത് നിൽക്കരുത്. ഞാൻ വണ്ടി ഓടിക്കില്ലെന്നല്ലോ. ഞാൻ ലൈസൻസ് എടുത്തത് എന്നെ പിടിച്ചിട്ടുണ്ട്. വേറെ കേസ്. അപ്പൊ ഇവിടെ 3 പേരുടെയും ഗസ് തെറ്റിയിരിക്കുന്ന ഗായ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും 4ാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗോ. +2 എക്സാമിന് ഞാൻ 2 വട്ടം എഴുതിയിട്ടുണ്ട്. എനിക്ക് 6 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായി കാർ ഓടിച്ചത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. +2 എക്സാമിന് 2 വട്ടം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് 2 വട്ടം എഴുതി? കയ്യും കൊണ്ട് എന്റെ കൊണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എന്താണ് കാരണം? നിന്നെ ഒരു എക്സാം എഴുതിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് 2ാമത് എഴുതിപ്പിക്കുന്നത്? എടാ നീ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചൂസ് ചെയ്തോ? നീ ചൂസ് ചെയ്തോ? ഓക്കെ ഗൈസ്, ഓക്കെ ഐ ചൂസ് 2. I choose 3. 2 തെറ്റാ. ഫസ്റ്റ് എക്സാം 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പൊട്ടിയിട്ടല്ല, ഇംപ്രൂവ്മെന്റ് എക്സാം. നമുക്ക് എന്തായാലും ചാർലിയുടെ ലാസ്റ്റ് റൗണ്ട് ആണ്. ഫസ്റ്റ് വൺ, എനിക്ക് ആദ്യമായിട്ട് താടി, അതായത് നിങ്ങൾ 2 കൂടുതൽ വന്നത് +1ലാണ്. പിന്നെ സെക്കൻഡ് വൺ, എക്സാമിൽ വെച്ച് എന്നെ ഇൻവിജിലേറ്റർ പൊക്കിയിട്ടുണ്ട്. നോട്ട് ദ മെയിൻ എക്സാം. കോഡ് നോക്കി മെയിൻ എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോഡ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്. നീ 3 അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. കോപ്പി അടിച്ച് കാണിച്ചു കൊടുത്തേക്കും. മൂന്നാമത്തത്, കുഞ്ഞില് ഐ തിങ്ക് ഒരു 6th 5th എങ്ങാണ്ട് പഠിക്കുമ്പോഴത്തേക്കും വീടിന്റെ അടുത്ത് ഒരു സിനിമയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടില് അഭിനയിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. പോയിട്ടില്ല. ആ പ്രായത്തിലുള്ള സിനിമയിൽ ഏതൊക്കെ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്കും റിലീസ് ആയിട്ടുണ്ട്. അതൊക്കെ അറിയാം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് പേര് തീരുമാനിക്കാൻ. മനസ്സിലായോ? അല്ലെങ്കിൽ നടൻ ആരാന്ന് ചോദിക്കേ. അങ്ങനെ വല്ലതും ചോദിക്കും. ഇങ്ങനെ അഭിനയിക്കുമ്പോ ഇങ്ങനെ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഐ ചൂസ് 3. ശരിയാ? സിനിമയല്ലേ അല്ലേ? കോപ്പി അടിച്ചാ താടി വീശിയാ? മറ്റേ ഇക്കാര്യം വിഷ് ചെയ്തൊരു വീഡിയോ ഇല്ലേ? ആ വീഡിയോ തന്നെ കട്ടത്താടി ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഗസ് ചെയ്യാലോടാ എത്ര നാളും. പക്ഷെ എന്നാലും നോർമലി എങ്ങനെയായാലും +1 പഠിക്കുന്ന ആൾക്കാർക്ക് താടിപ്പിച്ചൊക്കെ വരും. അതൊക്കെ ഒരു ഇതാണ് ഗൈസ്. അപ്പൊ എന്തായാലും ചാർലിയുടെ 5 റൗണ്ട്സ് ഇവിടെ കേട്ടുണ്ട്. സോ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഗൈസ് 1, 2 പോയിന്റ്സ് ആണ് ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും ചാർലിയുടെ അവസരങ്ങളോട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ഗൈസ് നമ്മുടെ എഡ്വിൻ BCB ആണ് നമ്മുടെ മുന്നിൽ സത്യങ്ങളും നുണകളും നിരത്തി വെക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പൊ നമ്മുടെ എഡ്വിൻ BCB റെഡിയില്ല? പോരട്ടെ, 3 പോരട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ 8th പഠിക്കുമ്പോൾ ഫസ്റ്റ് നാഷണൽസ് കളിച്ചിട്ടുണ്ട് ബാസ്കറ്റ്ബോൾ. രണ്ടാമത്തത് ഞാൻ ആദ്യമായി കിസ് ചെയ്തത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. മൂന്നാമത്തത് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സത്യമാണല്ലോ. എവിടെ കിസ് പലർക്കും കൊടുക്കാലോ. എന്ത് ടൈപ്പുള്ള കിസ്സാണ്? ലവർ, ഫ്രഞ്ച് നാഷണൽസ് എവിടെ വെച്ചിട്ടായിരുന്നു? നാഷണൽസ് പോയിന്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. ഡൽഹി.
ഡൽഹിയിൽ വെച്ചിട്ട്. ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് കിസ് അറിയായിരുന്നല്ലേ? യെസ്, ഫ്രഞ്ച് കിസ്. ചുണ്ടത്തിങ്ങനെ കൊടുക്കുന്ന ഫ്രഞ്ച് കിസ് അല്ല കേട്ടോ. അല്ലേ? ചുംബനം കൊടുക്കുന്ന ഫ്രഞ്ച് കിസ് അല്ല. ഫ്രഞ്ച് കിസ് അല്ല. അപ്പൊ ചുണ്ടത്തിടുന്ന ഫ്രഞ്ച് കിസ് അല്ലെങ്കിൽ അല്ല. ഓക്കെ ചൂസ് ചെയ്താ കൊമ്പൻ ചൂസ് 3, 2, 1. I choose 2. ഞാൻ 3. അപ്പൊ ആരെങ്കിലും ഒരാൾ ശരിയായിരിക്കും. ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ഇവൻ അവിടെ ബസ് സ്റ്റാൻഡിലല്ല, അവൻ വല്ല ഓടേലും പോയി കിടക്കാനുള്ള ചാൻസ്. പക്ഷേ 6-ാമത്തെ 7-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ സ്വഭാവം ഇങ്ങനത്തെ ഒരു. ഞാൻ നാഷണൽ ക്യാമ്പ് ഔട്ടാണ്. എന്നാ പിന്നെ അടുത്ത പോരട്ടെ. ഫസ്റ്റ് ടെറസിൽ നിന്ന് കൊട കൊണ്ട് പറക്കുമെന്ന് വിചാരിച്ച് ഞാൻ താഴത്തേക്ക് ആടിയിട്ടുണ്ട്. രണ്ടാമത്തത് 16-ാമത്തെ വയസ്സിൽ ബൈക്ക് ഓടിച്ചതിന് പോലീസ് പിടിച്ചിട്ടുണ്ട്. 3 ഞാൻ ആദ്യമായിട്ട് നീന്തത് 5-ാം വയസ്സിലാണ്. 16-ാമത്തെ വയസ്സിൽ പോലീസ് പിടിച്ചു ലൈസൻസ് ഇല്ലാതെ ബൈക്കിൽ. ഏത് വണ്ടിയില്? വാരനാട്. ഏത് വണ്ടിയില്? സ്പ്ലെൻഡർ. എത്ര പെറ്റിടിച്ച്? പെറ്റിയടിച്ചില്ല, വാൺ ചെയ്തിട്ട്. വീട്ടിൽ നിന്ന് വിളിപ്പിച്ച? പക്ഷെ അപ്പനെ അറിയാവുന്നതുകൊണ്ട് അപ്പൻ ചേന്നോത്ത മോനാണ് വിട്ട് മൂന്നാമതെന്താ പറഞ്ഞ? 5-ാമത്തെ വയസ്സിൽ എന്നെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഉടനെ നീന്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ നീ നീന്തിയോ? ഇല്ല, ഞാനിങ്ങനെ ചത്ത്. പിന്നെ നീന്തിയോ? അന്നാമത്തെ വയസ്സിൽ ഞാൻ നീന്തി ഇങ്ങനെ. I chose 3. ഏതാണ് സത്യം? കൊമ്പനീസ് റൈറ്റ്. ഞാൻ ചാടിയിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്നറിയോ, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാ. 6th സ്റ്റാൻഡേർഡിലാണ് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ കിട്ടിയത്. സെക്കൻഡ് വൺ എന്ന് പറയുകയാണെങ്കിൽ 19-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രീമിയം കാർ ജാഗ്വാർ ഓടിക്കുന്നത്. 3-ാമത്തെ എന്ന് പറയുകയാണെങ്കിൽ ഒരാളെ തല്ലിയപ്പോഴാണ് ആദ്യമായിട്ട് എന്റെ കൈ ഒടിയുന്നത്. ആരെ തല്ലിയപ്പോഴാ കൈ ഒടിഞ്ഞത്? കൂട്ടുകാരനെ. ഫുട്ബോളിനിടയിലുള്ള ഒരു തർക്കത്തിൽ ഉണ്ടായപ്പോൾ അതൊക്കെ ഉണ്ട്. അത് ഒരു 9-8 തിറ്റിക്കുള്ള ഗൊറില്ല അങ്ങറിയായി വന്നിടും. ബസ്സും ട്രെയിനിലും എന്നിടും. കൂട്ടം തെറ്റിപ്പോയൊരു പെണ്ണിനെ പിടി കൂട്ടിയിടും. I choose 1. അപ്പൊ ആർക്കല്ലോ ഒരാൾ കാരണം ഫസ്റ്റ് 17-ാമത്തെ വയസ്സിൽ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നീ എടുത്ത് ഓടിക്കുക. ഒരു പ്രീമിയം വണ്ടി വന്നാൽ നീ ഓടിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. ഓക്കെ. മേ ബി ചിലപ്പോ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോസ്റ്റൽ ഫോൺ കൊടുത്തുകൂടായില്ല. അങ്ങനെ മേ ബി ഐ ഡോണ്ട് നോ പറ ബ്രോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂട്ടുകാരന്റെ പേര് പറയാൻ വന്നപ്പോഴത്തേക്കും ഇവർ റെഫ്യൂസ് ചെയ്തു. അതൊക്കെ അവന്റെ കളികളാണെങ്കിലും നീ പറഞ്ഞില്ല. ഓക്കെ സോ ശരി അതാ പറ. ശരി, ഞാൻ തന്നെ ഹോസ്റ്റലിൽ പോകാത്തരത്ത് ആണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഫോൺ കിട്ടിയ ഒരു നമ്മൾ തിങ്കിങ് ലെവൽ നോക്കണം. കൂട്ടുകാരനെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ ഞാൻ പ്രാങ്ക് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട് പബ്ലിക്കിന്റെ ഒരാളുടെ. തേർഡ് വൺ ഒരു പ്രാവശ്യം എന്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. 3, 2, 1. I choose 2. എല്ലാരും അപ്പൊ ഉത്തരവാദല്ല അല്ലേ? നീ പറഞ്ഞിട്ടുണ്ട് ആ ബാങ്കിൽ എന്താ വർക്കിംഗ് പുള്ളി എന്നിട്ട് മറ്റേ കട്ട് ചെയ്ത് കളഞ്ഞു. അതന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ മുടിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാലേ നീ ഒപ്പിച്ചിട്ട് പോയില്ലേ, എന്നെ വിളിച്ചത് പറഞ്ഞു. ആണല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, വഴക്ക് നിനക്കല്ല കിട്ടിയത്, വേറെ ആൾക്കാരെ കിട്ടിയെന്നല്ലേ. ഫസ്റ്റ് വൺ ഈസ് ആൻസർ. കൂട്ടുകാരെ കൊണ്ട് എക്സാം എഴുതിച്ചിട്ടുണ്ട്. 3 പേരും തെറ്റി. നമ്മുടെ എഡ്വിൻ ബിസിമിന്റെ ലാസ്റ്റ് റൗണ്ട് ആണ് കഴിച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണി നോക്കി കള്ളം പറയാം. എനിക്ക് ഓൺലൈനിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സെക്കൻഡ് വൺ ഞാൻ കുമ്പസാരിച്ചിട്ട് 1 വർഷമായി. തേർഡ് വൺ ഞാൻ എന്റെ ടീച്ചറിനെ കൊണ്ട് നോട്ട്സ് എഴുതിപ്പിച്ചിട്ടുണ്ട്. ഏത് ക്ലാസ് പഠിക്കുമ്പോൾ നിനക്ക് ഓൺലൈനായിട്ട് പ്രണയം ഉണ്ടായിരുന്നു? അത് 8th 9th ഇതെല്ലാം ഇവൻ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കൺഫ്യൂഷൻ ലൈന് സെക്കൻഡ് ഡോട്ട് തേർഡ് ടീച്ചർ. മറ്റേ ഏത് തേർഡല്ലേ ടീച്ചറിന്റെ? തേർഡ് ടീച്ചറിന്റെ. നീ ചൂസ് ചെയ്തോ? ഓക്കെ ഞാൻ ചൂസ് ചെയ്തു. 3, 2, 1. I choose 3. I choose 2. അപ്പോ കഴിഞ്ഞ ക്രിസ്മസിന് പറഞ്ഞു ഓർക്കുന്നുണ്ട് 1 വർഷമായിട്ട് കുമ്പസരിച്ചിട്ടില്ല. എന്നിട്ട് നീയാണ് മറ്റേ പള്ളിയിൽ പോയിട്ട് കുമ്പസരിക്കാൻ പോയപ്പോ അവിടെ ചെന്നപ്പോ അവിടെ കുമ്പസരിക്കാനും മറ്റേ തിരിച്ചു പോന്ന് വീട്ടിൽ ചെന്ന് അവിടെ രാവിലെ പോയി കുമ്പസരിക്കാനുള്ള ഇതുണ്ടല്ലോ. അവരത് റീസൺ പറഞ്ഞത്. ഓക്കെ ഇനി എന്തായാലും ട്രൂത്ത് പറയാതാന്നുള്ളത്. നിങ്ങൾ ഏതാ ചൂസ് ചെയ്തത്? ഞാൻ 3 ആയിരിക്കും. 3 ടീച്ചറെ കൊണ്ട് എഴുതിപ്പിച്ചെന്നുള്ളതാണ്. ആണോ? താങ്ക് യു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഉടനെ കുമ്പസാരിച്ചായിരുന്നു. അഡ്മിൻ ബിസിബിയുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹോട്ട് സീറ്റിൽ ഞാൻ പോയി. അപ്പൊ എന്നാ പിന്നെ തുടങ്ങാല്ലേ? എന്റെ ഫസ്റ്റത്തെ റിലേഷൻ 10th-ലായിരുന്നു. സെക്കൻഡ് വൺ എന്റെ ഫസ്റ്റ് ജോബ് ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു. ആൻഡ് ദ തേർഡ് വൺ എന്റെ ഫസ്റ്റത്തെ ക്യാമറ സോണിയുടേതായിരുന്നു. എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് ഒക്കെ? റിലേഷൻ എല്ലാവർക്കുള്ള റിലേഷൻഷിപ്പ് കുഴപ്പമില്ല. എങ്ങനെ കൊച്ചെങ്ങനെയാണ്? കൊച്ച് അതിനെ പോലത്തെ ചൂസ് ചെയ്ത എല്ലാരും. എന്നാ ചോദിച്ചു നോക്ക്, അത് കാണിച്ചു കൊടുക്ക്, ചോദിച്ചു നോക്ക്.
എല്ലാരും കണ്ടാ? The truth is my first job is live streaming. നീ ഫോട്ടോ എടുക്കാൻ പോയി പറഞ്ഞിട്ടുണ്ട്. ബ്രോ ഫോട്ടോഗ്രാഫർ ആവുന്നതിന് മുന്നേ ഞാൻ അത് സ്ട്രീമിംഗ് ആണ് അവിടെ പോഡ്കാസ്റ്റിംഗ് ഷോപ്പിൽ നിന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിലാ? എന്ത് ഷോപ്പില്? ഞാൻ ലൈവ് സ്ട്രീമിംഗ് പഠിച്ചത് ഞാൻ പണിക്ക് പോയിട്ടാണ് ലൈവ് സ്ട്രീമിംഗ് പഠിച്ചത്. മറ്റേ ക്യാമറയുടെ എന്തോ സംഭവത്തിന് പോയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എടാ അത് ക്യാമറമാൻ ആയി പോയി. പക്ഷെ അതിന് മുന്നേ ഞാൻ ആ ക്രൂവിനെ പരിചയപ്പെട്ടത് എന്നെ ആ ക്രൂവിൽ എടുത്തത് ഞാൻ ഒരു ലൈവ് സ്ട്രീമർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ദ ഫസ്റ്റ് വൺ ഈസ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിയത് റെഡ് കളർ ഡ്രസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ചെറിയ സ്കൂൾസിൽ പഠിക്കുമ്പോൾ ഞാൻ ബാർബിയുടെ പെൻസിലാണ് സ്കൂൾസിലേക്ക് കൊണ്ടുപോയി ചെറുപ്പത്തിൽ. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എന്റെ ഫസ്റ്റ് ഗെയിം വാസ് ഏജ് ഓഫ് എംപയർ ആയിരുന്നു. നിങ്ങളൊന്നും കൂടി ഫേവറേറ്റ് കളർ റെഡ് അല്ലടാ. കറക്റ്റ് പറയാവുള്ളൂ. ആയിരുന്നു എന്നല്ല. ആണോ അല്ലയോ? ഇപ്പൊ അല്ല. അല്ല. ആണാണോ? ആണല്ല ഞാനാണ് രാവിലെ പറഞ്ഞത് നിന്റെ ഫേവറേറ്റ് കളർ റെഡ് കളർ ആണെന്നാണല്ലോ. രാവിലെ പറഞ്ഞത് ഇപ്പൊ മാറ്റിയാലും നമുക്ക് പറയാലോ. പ്രൂഫ് എന്ത്? പ്രൂഫ് ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പുറകെ ഒന്നും കൂടെ മേലോട്ട് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റത്തില്ല. മോളിൽ നിന്ന് താഴോട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങള് മേലെ താഴെ പറഞ്ഞു സൗണ്ട് പ്രേതം കളിക്കട്ടെ. ഇതെന്താ 1 2 3 ഇത് ഫൗള് കേട്ടോ. സോ ഫസ്റ്റ് എന്തായിരുന്നു? ഓക്കെ. സോ ഇത് നീ പെൻസിൽ പെൺപിള്ളാർ പെൻസിൽ ഇതാ. ഓക്കെ. സോ ദ ട്രൂത്ത് ഈസ് മൈ ഫസ്റ്റ് ഗെയിം ഈസ് ഏജ് ഓഫ് എംപയർ. എന്റെ ആദ്യത്തെ ഗെയിം വണ്ടെന്തായിരുന്നു? റെഡ് കളർ അല്ല, റെഡ് കളർ. എനിക്ക് ബ്ലാക്ക് ആണ്. ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇവൻ പൂക്കിയാണ്. അതുകൊണ്ട് കൊണ്ടുപോയെന്നൊക്കെ ഇരിക്കും. അന്ന് പൂക്കിയല്ലോ അറിയില്ലല്ലോ. ഇന്നല്ലേ പൂക്കിയെന്ന് പറഞ്ഞു. Okay guys, the answer is Age of Empire ആയിരുന്നു. Third one. Okay, so the first one is ഞാൻ സൈക്കിളിൽ 300 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എനിക്ക് 10th 3 A+ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് +2 പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് അടി ഉണ്ടാക്കിയത്. സ്കൂൾ ഫൈറ്റ്. അത് നിന്റെ അടുത്തേക്ക് പോകത്തില്ല. നീ പോടാ എലിക്സർ കുടി. ബ്രോ ഇത് നോക്കി. അത് നോക്കണ്ട. അതെന്നാ പറ്റിയ മോനെ? അത് അടി കൊണ്ടിട്ട് നീ അടി തുടങ്ങിയത് എങ്ങനെയാണ്? അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരേ ബാച്ച് ആയിരുന്നു അടി ഉണ്ടായത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സയൻസും ഓപ്പോസിറ്റ് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. റീസൺ എന്താന്ന് വെച്ചാല് അതെ അതെ പിന്നെ വീണ്ടും ഹ്യൂമാനിറ്റീസ് പഠിച്ചായിരുന്നു. അത് വേറെ കഥ, അത് ഞാൻ പിന്നെ പറയാം. സോ ദ റീസൺ ഈസ് ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ നടന്ന് പോകുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസിലെ പിള്ളേർ ചക്കന്മാർ വന്ന് വായ നോക്കി. നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പോയി ചോദിക്കാൻ പോയി, പിന്നെ അടിയായി. മൊത്തം സീനായിരുന്നു. എന്നിട്ട് എത്ര അടി കിട്ടി? അത് ഇണ്ണിയില്ല. രണ്ടാമത്തെ 3 A+. 10th ഒന്നാമത്തെ സൈക്കിളിൽ 300 കിലോമീറ്റർ 300 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരാണെന്ന് അറിയാം? 300 കിലോമീറ്റർ പറഞ്ഞാൽ 200 കിലോമീറ്റർ പിന്നെ ഒരു 100 കിലോമീറ്റർ കൂടെ ആഡ് ചെയ്യും. സൂപ്പർ സൂപ്പർ. ഒറ്റ സ്ട്രെച്ചിലോ? ഐ മീൻ ഒരു മണിക്കൂർ എത്ര എടുത്തു വെച്ചാൽ രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ എത്തുമ്പോ ഒരു 10-12 മണിയൊക്കെ ആയി കാണും. രാത്രി 300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചില്ല. 201 കിലോമീറ്റർ മറ്റേ കാറ് ബൈക്ക് ദിവസം കൊണ്ടെത്തി. എത്ര ദിവസം കൊണ്ട്? എടാ അതാ പറയാ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ആകുമ്പോ ഒരു 10-15 സാധനം കിട്ടി. പറയാൻ പറ്റില്ല, ചിലപ്പോ അവൻ അങ്ങനെ ചെയ്താൽ. ഇല്ല ഒരിക്കലും ചെയ്യില്ല. ഇപ്പോ ഏതൊക്കെയാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക കള്ളത്തി. എന്തിനാ പിള്ളേരാണോ? 3 തെറ്റി. ഉത്തരം ഈസ് ലാസ്റ്റ് പറഞ്ഞായിരുന്നു. +2 ഞാൻ ആദ്യമായിട്ട് അടി ഉണ്ടാക്കിയത്. ഐ മീൻ അടി ഉണ്ടാക്കിയതിൽ ഞാൻ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് സൈഡ് ഇങ്ങനെ കൈകെട്ടി പറയട്ടെ അങ്ങനെ അടി തുടങ്ങിയപ്പോ പോയിട്ട് അടിച്ചു. ആദ്യം അടിച്ചില്ല, പക്ഷെ അതായിരുന്നു അതിനുശേഷം അതിന് മുന്നേ സ്കൂളിൽ അടി ഉണ്ടാക്കി. അല്ല ആക്ച്വലി സീൻ അടിയായിരുന്നു. വിളിച്ച് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് ഭയങ്കര ഉപദേശം. പിന്നെ സീനടിക്ക് എന്നെ മാത്രമല്ല എങ്ങനെയല്ല ഇപ്പൊ അടി ഉണ്ടാക്കുന്നത്.
മാറ്റർ ക്ലോസ്. സോ ഗൈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഞാൻ എൻ്റെ ലൈഫിൽ 17ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഞാൻ എൻ്റെ ലൈഫിൽ 5 ഫോണ് യൂസ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഈസ് ഞാൻ ബാഡ്മിന്റണിൽ ഡിസ്ട്രിക്ട് ലെവൽ കളിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു കളി? പാലക്കാട്. പിന്നെ പാലക്കാട് ഡിസ്ട്രിക്ട് അല്ല ലെവൽ. പാലക്കാട്. ഞാൻ ഒരു ഡിസ്ട്രിക്റ്റിനോട് ഏത് ടീമിന് വേണ്ടിയാ നല്ല കളിച്ചെന്ന് ചോദിച്ചേ. എവിടെയായിരുന്നു കളി? അതന്നെ പാലക്കാട്. പാലക്കാട്. ആ കോർട്ട് പാലക്കാടായിരുന്നു. ഞാനെടുത്തു. ചോദ്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് കളി ആയിട്ടായിരുന്നു. എന്ത് ഏത് മാച്ചോ? ഓക്കെ, ഫസ്റ്റ് കളി എന്ന് പറയുമ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. ഡിസ്ട്രിക്ട് ആയിരുന്നു അല്ലേ? തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരായിരുന്നു. 3-1-1. ഇതില് 3 ഏതായിരുന്നു? ഡിസ്ട്രിക്ട്. 1 ഏതായിരുന്നു? 17ാമത്തെ വയസ്സിൽ 3 തെറ്റി. ഞാൻ 5 ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ട്. സബ് ജില്ല പോയില്ല, ഞാന് ജില്ല പോയില്ല, സബ് ജില്ലയിൽ തോറ്റു. ഞാന് സബ് ജില്ലയിൽ പൊട്ടി, സ്ഥലത്ത് കിട്ടിയില്ല. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ട് ലാസ്റ്റ് റൗണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഞാൻ ഒരു ദിവസം 10 ചായ കുടിച്ചിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഞാൻ ഒരു ദിവസം 5 പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഓട്ടോയിലാണ്. ചായ കുടിച്ച ദിവസം എന്തോരം ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ ടെൻഷൻ എന്തിന്റെ പേരിലായിരുന്നു ചായ കുടിച്ചോണ്ടിരുന്നത്? എന്തിന്റെങ്കിലും പേരിൽ വേണം അങ്ങ് കുടിക്കുക. 10 ലൈറ്റ് ചായ ആയിരുന്നോ? അതെ അതെ. എന്തുകൊണ്ട് 5 വട്ടം കുളിച്ചു? ചാണകത്തി വീണോ? എന്തുകൊണ്ട് കുളിച്ചു? വെള്ളം കൊണ്ട് കുളിച്ചു. ബ്രോ, റീസൺ കുളിക്കാൻ തോന്നി കുളിച്ചു. ഓക്കെ, വെറുതെ ഇരുന്നപ്പം കുളിക്കാൻ തോന്നി കുളിച്ചു. ആ, അത്രേ ഉള്ളൂ. ചൂടല്ലേ? അത് ഒരു ഇതാണ്. ഓക്കെ, സോ ഗായ്സ്, ഇപ്പൊ ഇവിടെ കൊമ്പനും എഡ്വിൻ ബി സിബിയും ഒന്നാ ചൂസ്. ഒന്ന് ഏതെന്ന് ചായ. ഒരു ദിവസം 10 ചായ കുടിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത് എന്താ? 2 കുളി. ദ ആൻസർ ഈസ് Charlie BC with the right answer. Yeah, brother. ചൂട് പാലക്കാട് ചൂട്. ചൂട് വീര്. പാലക്കാട് ചൂട്. എത്ര ചായ? ഒരു എങ്ങനെ 10 ചായ ചില ചത്തു അല്ല പോവില്ല, പക്ഷെ കുടിച്ചില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റിയിട്ടില്ല വരെ. ഞാൻ ഹോട്ട് സീറ്റിൽ നിന്ന് മാറുന്നു. ഇനി നമ്മുടെ സ്വന്തം KMC കൊമ്പൻ. ഗൈസ്, അപ്പൊ ഇനി നമ്മുടെ KMC കൊമ്പൻ ഇത് ഏറ്റവും ടഫ് ആയിട്ടുള്ളൊരു കളിയായിരിക്കും. കാരണം ഹോട്ട് സീറ്റിൽ ചീഞ്ഞളിഞ്ഞിരിക്കുന്നത് KMC കൊമ്പനാണ്. ഞാൻ എന്റെ 19ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്തു. എന്നെ പോലീസ് ആദ്യമായിട്ട് പിടിച്ച് 21ാമത്തെ വയസ്സിലാണ്. എന്റെ ആദ്യത്തെ നോക്കിയാണ്. രണ്ടാമത് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്റെ രണ്ടാമത് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? മൂന്നാമതാണോ? എന്റെ ആദ്യത്തെ ഫോൺ നോക്കിയാണ്. നോക്കിക്കോ, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ? 3, 2, 1. ഞാൻ 1 2 കൊടുത്ത്. ട്രൂത്ത് ഏതാ? എന്റെ ആദ്യത്തെ ഫോൺ നോക്കിയായിരുന്നു. അയ്യോ, തെറ്റിച്ചല്ലോ. ലൈസൻസ് എടുത്തേ 20ാമത്തെ വയസ്സില്. ആരുടെ വെച്ചിട്ട്? അല്ല, 19ാമത്തെ വയസ്സിൽ ഗേൾസിന് കൊടുക്കൂല്ലോ. സോറി 20 അത് നിനക്ക് കിട്ടിയില്ലായിരുന്നു? എനിക്ക് 17 ഇങ്ങനെ പോയിരുന്നെങ്കിൽ. എന്റെ അച്ഛൻ ഒരു ഹെവി ഡ്രൈവർ ആയിരുന്നു. എന്റെ ആദ്യത്തെ വണ്ടി RC അല്ലായിരുന്നു. എനിക്ക് ടോട്ടല് 6 റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഹെവി ഡ്രൈവർ ആയിരുന്നെന്ന് പറയുന്നത് അച്ഛന്റെ ഓടിപ്പോയിട്ടായിരുന്നു. അച്ഛന് ഹെവി ഡ്രൈവർ അതാണോ? എന്താ അച്ഛന്റെ ഓടിപ്പോയിട്ടാണോ? വണ്ടി ഓടിക്കുന്നുണ്ടാണോ? ഡ്രൈവർ തന്നെ. അതോ വലിയ വണ്ടി ഓടിക്കും? വലിയ വണ്ടി. ഹെവി ഡ്രൈവർ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയാറുണ്ട്, ഓ ചാർലിച്ചേട്ടൻ ഹെവി ഡ്രൈവർ തന്നെ. അങ്ങനെയല്ല, അതാ ഹെവി ഡ്രൈവർ ആയിരുന്നു. ബസ്സൊക്കെ ഓടിക്കും. രണ്ടാമത്തെ ആദ്യത്തെ വണ്ടി RC അല്ലായിരുന്നു. ഞാൻ കാണിക്കട്ടെ. അപ്പനൊരു ഹെവി ഡ്രൈവർ തന്നെ. ഞാൻ കാണിച്ചു. ഞാൻ 3 യൂസ് ചെയ്തത്. നീയോ? അല്ല, ഞാനൊന്നാ യൂസ് ചെയ്തത്. നിന്റെ അപ്പൻ ഡ്രൈവർ. ഹെവി ഡ്രൈവർ ആണെന്നുള്ള ട്രൂത്ത് ഏതാ? 1.
ഓടിച്ചിട്ടുണ്ടല്ലേ? ലോറി ലോറി. ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ശരിക്കും മൂന്നാണ്. രണ്ടാമത്തെ എന്തായാലും വരൂല. വെള്ളಕ್ಕೆ ഓടിച്ചു കിടക്കുന്നതിന് അവിടെ ഇതില്ല. മൂന്നാമത്തെ 6 റിലേഷൻ വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞത് അങ്ങോട്ട് പ്രോസസ് അങ്ങോട്ട് ഇത് ചെയ്യാം. അതിന് അല്ല ഈ മൂന്നാമത്തെ എന്ന് പറയുമ്പോ എങ്ങനെ ആണുങ്ങളായിരുന്നോ പെണ്ണുങ്ങളായിരുന്നോ? ഇതാ പ്രശ്നം. ഞാൻ 2021 എന്റെ ആദ്യത്തെ ബൈക്ക് എടുത്തത്. ഞാൻ ആദ്യമായി പണിയെടുക്കുന്നത് മെഡിക്കൽ ഷോപ്പിൽ അല്ലായിരുന്നു. മൂന്നാമത്തത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ PSC അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ടാവൂടാ. ഇല്ല. PSC ഫുൾ ഫോം എന്താ? എനിക്കറിഞ്ഞൂടാ. പാരന്റ് സെക്യൂരിറ്റി കോർപ്പറേഷൻ. പാരന്റ്സ് മീറ്റിംഗ് സംഭവം അല്ല. ഞാൻ വെറുതെ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടാണോ പോയത്? അക്ഷയ പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അതല്ല, അല്ലാതെ ഈ നമുക്ക് കോച്ചിങ് ഒക്കെ ഉണ്ടല്ലോ. കോച്ചിങ് ഒന്നും പോയില്ല. കോച്ചിങ് ഒന്നും പോവാതെ വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. വെറുതെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇന്നത്തെ എനിക്ക് ബാക്കി അല്ല ലിസ്റ്റ് എനിക്കറിഞ്ഞൂടാ. കണ്ടിട്ടില്ല അവൻ. സമയങ്ങളല്ല. I choose 2. 2021 ബൈക്ക് എടുത്തത്. I know. ഞാൻ ആകെ ഒരിടത്ത് പണിയെടുത്തുള്ളൂ, മെഡിക്കൽ ഷോപ്പിൽ മാത്രം. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാറ്ററിംഗ് പോയിട്ടില്ല. ഇല്ല. വെരി പൂർ. വീട്ടിലൊന്ന് കിടക്കാനൊന്നും പോയിട്ടില്ല. വീട്ടിൽ കളിക്കാൻ പോകാനായിട്ട് സഹായിക്കാൻ പോയിട്ടില്ല. ഇല്ല. ബ്രോ ഇത് എന്ത് മടിയാണ്. മനുഷ്യനാടാ നീ. വീട്ടിലെ സഹായിക്കത്തില്ല, ഒരു പണി എടുക്കത്തില്ല. എനിക്ക് ഫുഡ് ഉണ്ടല്ലോ, ഞാൻ ചെന്ന് കൈ കഴിയിട്ട് ആ ഡെസ്ക് ആയിരിക്കും, ആ ഫുഡ് കൊണ്ടുപോയി തരും. അത് എടുത്തോണ്ട് പാത്രം പോലും അതാണ് ഇങ്ങനെ ആയത്. അതിന്റെ എനിക്ക് SSLC എക്സാമിന് 83% ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലെ ആദ്യത്തെ വണ്ടി മാരുതി 800 ആയിരുന്നു. 4 വർഷം ഞാൻ ഫ്രീ ഫയർ പാർട്ണർ പ്രോഗ്രാമർ ആയിരുന്നു. ഏത് ഇയറിലായിരുന്നു പാർട്ണർ പ്രോഗ്രാം കയറിയോ? 2020 അത് സത്യം പറഞ്ഞേ പറ്റൂ. 2020 2020 കയറി. ഉറപ്പിച്ചു. I choose 2, you choose 1, you choose 1. 83% മാർക്ക്. കാരണം മാധുരിന്ന് മാരുതി ഇല്ല. അത് പിന്നെ മറ്റേ എന്താണ് 4 കൊല്ലം. 4 കൊല്ലം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നടക്കുകയല്ല മോനെ. അല്ലല്ല എങ്ങനെ പോലും ഒരിക്കലും ആവത്തില്ല. അതൊരിക്കലും ആവില്ല. പക്ഷെ എനിക്ക് മറ്റേത് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് 15ാമത്തെ വയസ്സിലാണ്. ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് ട്രിപ്പ് പോയത് തമിഴ്നാടാണ്. ഞാൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് 5th സ്റ്റാൻഡേർഡിലാണ്. ബ്രോന്റെ വണ്ടിയിലാണോ? ബ്രോയില് 2 വണ്ടിയിലാണോ ഒറ്റ വണ്ടിയിലാണോ? ഒറ്റ വണ്ടിയില്. ബ്രോയുടെ വണ്ടിയിലാണോ പോയത്? എന്റെ വണ്ടിയില്. എത്ര ദിവസം കൊണ്ട്? അതല്ലേ പറഞ്ഞ എന്റെ വണ്ടി സ്റ്റേ ഇല്ലായിരുന്നു. ഒരു ദിവസം കൊണ്ട് പോയി ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം മടുപ്പായി. മടിയായി. സ്ഥലപ്പേര് ഞാൻ പറഞ്ഞു. തണുപ്പില്ല. മുന്തിരിത്തോട്ടമുള്ള സ്ഥലം. സ്ഥലപ്പേര് കമ്പന്തേനി. കമ്പന്തേനി. ഞാൻ ആൻസർ പറഞ്ഞു ഒന്ന് തന്നെ. I choose 3. 15ാമത്തെ വയസ്സിലെ വണ്ടി ഓടിക്കാൻ പഠിച്ചു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്ക് നോക്കാം. ഇവിടെ ഗൈസ് നമ്മുടെ കൊമ്പനെ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 12 പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. റാഷിക് DB കിട്ടിയിരിക്കുന്നത് 17 പോയിന്റ് ആണ്. ആൻഡ് എഡ്വിൻ BCBക്ക് കിട്ടിയിരിക്കുന്നത് 16 പോയിന്റ് ആണ്. ആൻഡ് ചാർലി BCB കിട്ടിയിരിക്കുന്നത് 14 പോയിന്റ് ആണ്. അപ്പോൾ റാഷിക് DB 17 പോയിന്റുമായി ഇവിടെ ജയിച്ചിരിക്കുന്നു. പക്ഷെ തൊട്ട് പിന്നിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. തൊട്ട് പിന്നിൽ എഡ്വിൻ BCB. വീണ്ടും